ചരിത്രപരമായ കാരണങ്ങളാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകന്നുപോയവരുടെ സാമൂഹിക ഉന്നമനത്തിനായി നിയോഗിക്കപ്പെട്ടവരാണ് SC പ്രൊമോട്ടർമാർ. അവരുടെ പ്രവർത്തനങ്ങൾ വെല്ലുവിളികൾ നിറഞ്ഞതും എന്നാൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതുമാണ്. അത്തരം അനുഭവങ്ങളും തൊഴിൽപരമായ വെല്ലുവിളികളും നമ്മളുമായി പങ്കുവയ്ക്കാൻ ഒരു SC പ്രൊമോട്ടറായ രജിത രാജൻ ഇവിടെയുണ്ട്. അവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഈ 5 മിനിറ്റാണ് സമയം തന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറയാൻ. പക്ഷെ ഞാൻ SC പ്രൊമോട്ടറായിട്ട് ജോലി ചെയ്യുന്ന 10 വർഷമായിട്ട് SC പ്രൊമോട്ടർ മേഖലയിലുണ്ട്. അപ്പോൾ അത്രയും വർഷത്തെ കാര്യം എങ്ങനെ ഈ 5 മിനിറ്റിൽ സംസാരിച്ച് തീരുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ചുരുക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അന്ന് അനുഭവിക്കേണ്ടി വന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ SC പ്രൊമോട്ടറായിട്ട് കയറുമ്പോൾ ഞങ്ങളുടെ വേതനം എന്ന് പറയുന്നത് തുച്ഛമായിട്ടുള്ള 2000 രൂപയാണ്. അന്ന് അതൊക്കെ വലുത്. എൻ്റെ കല്യാണത്തിന് മുമ്പാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ അന്ന് നമുക്ക് 2000 രൂപ വലിയൊരു തുകയാണ്. കാരണം വീട്ടുകാരുടെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യം കൂടിയായിരുന്നു. അങ്ങനെ കണക്കിലെടുത്താണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത്. ജോലിക്ക് കയറിയിട്ട് 10 വർഷം, സത്യം പറഞ്ഞാൽ 10 വർഷം ഞാൻ കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. കാരണം നമുക്ക് PSCയുടെ ഒരു ടെസ്റ്റ് ഒന്നും എഴുതാനായിട്ട് സാധിച്ചില്ല. ഈ പറഞ്ഞതുപോലെ ഒരു തുച്ഛമായിട്ടുള്ള ഒരു തുക കിട്ടി, അത് വലിയൊരു കാര്യമായിട്ട് അതിൽ തന്നെ നിൽക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ 10 വർഷം ഞാൻ കളഞ്ഞു. എങ്കിലും സന്തോഷമുണ്ട്, അങ്ങനെ ഒരു ജോലി കിട്ടിയതിൽ സന്തോഷമുണ്ട്. അപ്പം ഞങ്ങൾ ഈ ജോലിക്ക് കയറിയ സമയത്ത് ഞങ്ങളുടെ ഈ തുക തുച്ഛമായിട്ടുള്ള തുകയാണ്. അപ്പം ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നമുക്കിപ്പോൾ ഒരു 15, എൻ്റെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു 15 വാർഡാണ് എനിക്കുള്ളത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മെമ്പർ, അതായത് ഒരു വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ വാർഡിൽ മാത്രം ബേസ് ചെയ്തുള്ള ജോലി ചെയ്താൽ മതി. പക്ഷേ ഒരു പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബ്ലോക്കിലെ പഞ്ചായത്തിലെ ഈ 15 വാർഡ് നമുക്ക് കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം. പിന്നെ SCയുടെ മാത്രമല്ല, നമ്മൾ പഞ്ചായത്ത് വരുമ്പോൾ പഞ്ചായത്തിലുള്ള ജനറലിൻ്റെ കാര്യം കൂടെ നമുക്ക് നോക്കാനായിട്ടുള്ള പേപ്പറുകളൊക്കെ നമ്മുടെ അവിടുത്തെ സെക്രട്ടറിമാരൊക്കെ തരാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. തീർച്ചയായിട്ടും 2 വീലർ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് നമ്മൾ ഓട്ടോ പിടിച്ചായിരിക്കും പല കോളനി ഇപ്പം മാറ്റി നമ്മുടെ SC നഗറിലോട്ടൊക്കെ പോകേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ പ്രൊമോട്ടർമാർ നമ്മുടെ ജില്ല കേന്ദ്രീകരിച്ചൊരു സംഘടനയൊക്കെ രൂപീകരിച്ചു. അത് കഴിഞ്ഞത് സംസ്ഥാന തലത്തിൽ അത് വലിയൊരു സംഘടനയായിരുന്നു. പക്ഷേ അത് നമ്മുടെ സർക്കാർ നമ്മളെ 1 വർഷത്തെ കരാറിലാണ് നമ്മളെ ഈ SC പ്രൊമോട്ടർ എന്നുള്ള ഒരു കരാറടിസ്ഥാനത്തിൽ നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്താണ്. ഇപ്പം മുദ്രപത്രത്തിൽ എഗ്രിമെൻറ്റ് ചെയ്ത് കയറുന്ന ഒരു തസ്തികയായതുകൊണ്ട് നമുക്ക് ഞങ്ങളുടെ ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു സംഘടന എന്ന് പറയുമ്പോൾ അസോസിയേഷൻ, ഞങ്ങളൊരു SC പ്രൊമോട്ടർ അസോസിയേഷനായിട്ട് വന്നിട്ട് അതങ്ങ് നിലച്ചു പോകേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങളുടെ സംസ്ഥാനത്തൊക്കെ ഞങ്ങളുടെ പ്രൊമോട്ടർമാരിൽ കുറേ പേരൊക്കെ ഇതിന് മുൻകൈ എടുത്ത് വന്നവരെയൊക്കെ നമ്മുടെ സർക്കാർ ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാൻ 10 വർഷം, അതായത് 2010 ഞാൻ കയറിയതാണ്. പിന്നെ 2010 കയറി, പിന്നെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു. അതിന് ശേഷം ഞാനിപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറാണ്. അപ്പം അത്രയും, അതായത് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ പ്രൊമോട്ടറായിട്ട് ജോലി റിസൈൻ ചെയ്തിട്ടാണ് മെമ്പറായിട്ട് വന്നത്. ഇപ്പം നമുക്ക് 2 ഓണററി മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. കാരണം ഈ മെമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതായത് ഇപ്പം CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഭരിക്കുന്നെങ്കിൽ അവരുടെ കീഴിലായിരിക്കും നമ്മൾ പ്രൊമോട്ടറായിട്ട്, ആ ഭരണം ആരാണോ ഭരിക്കുന്നത് അവരുടെ ഇതിലായിരിക്കും നമ്മൾ പ്രൊമോട്ടറായിട്ട് കയറുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തേ നമ്മൾ പറ്റത്തുള്ളൂ.
അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, കാരണം ഇപ്പം CPM ഭരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് റോഡ് കോൺക്രീറ്റ്, റോഡ് പിന്നെ ടാറിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് SCക്ക് 51% SC ഉള്ളിടത്തെ നമുക്ക് ഫണ്ട് വിനിയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവരുടെയൊക്കെ ഒരു നിർബന്ധപ്രകാരം നമുക്ക് അതൊരു 51, ചിലപ്പോൾ 30 കാണത്തുള്ളായിരിക്കും, നമുക്ക് 51% ആക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ മെമ്പറായിരിക്കുമ്പോൾ അത് പറയുന്നത് ശരിയല്ല, എങ്കിൽ പോലും നമുക്ക് അന്നുണ്ടായ കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഈ ജോലിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ആ ഒരു തുക മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഇരുന്ന് ഒരു കോൺഗ്രസിൻ്റെ സമയത്ത് പിന്നെ 5 വർഷം ഞാൻ പ്രൊമോട്ടറായിട്ട് വന്നപ്പോൾ എമൗണ്ട് ഞങ്ങളുടെ ഓണറേറിയം കൂട്ടി അത് കഴിഞ്ഞ് പിന്നെയും CPM ഭരണത്തിൽ വന്നപ്പം ആണ് ഞങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായത്. അതായത് ഞങ്ങളുടെ സംഘടന എന്ന് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവാക്കാമെന്ന് പറഞ്ഞ് വന്ന ആ ആക്റ്റീവായിട്ട് നിന്നവരെ എല്ലാവരും അങ്ങ് ഡിസ്മിസ് ചെയ്യുമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇത് നമ്മളെ സ്ഥിരപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ എന്താ പറയുന്നേ, കുറേ പിന്നെ സമരത്തിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരം എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ അത്രയങ്ങ് സമരത്തിന് അങ്ങനെ നമ്മൾ സെക്രട്ടേറിയറ്റിലൊന്നും പോയിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിച്ച ഒരു ഇതാണ് ഒരു തസ്തികയാണ് SC പ്രൊമോട്ടർ. അതുപോലെ നമ്മുടെ പ്രൊമോട്ടറായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്തതാണ് നമ്മുടെ ശ്രീകല മാഡം. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ശ്രീകല മാഡത്തിന് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അങ്ങനെ ആ ചെയ്ത അത്രയും പേരെ അവർ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. പിന്നെ വന്നപ്പോഴാണ് നമ്മൾ ഇനി ഇതിൽ മുന്നോട്ട് വരുമല്ലോ എന്ന് കണ്ടപ്പോൾ അവർ ഏജ് ലിമിറ്റ് ആക്കി. 35 വയസ്സിന് ശേഷമുള്ളവരെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താതെ ആക്കി. അതിനുശേഷം വന്നപ്പോൾ പിന്നെ എന്താ, നമ്മൾ PSC ടെസ്റ്റ് എഴുതുന്ന പോലെ ടെസ്റ്റ് എഴുതിയിട്ടാണ് പിന്നെ ഇപ്പം കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ടെസ്റ്റ് എഴുതിയിട്ടാണ് പ്രൊമോട്ടർമാരെ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു കഥയാണ്. അപ്പം എന്താ പറയുന്നത്, ഇതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് പിന്നെ എന്താ പ്രതിസന്ധികളൊക്കെ കടന്നാണ് ഈ പ്രൊമോട്ടർ ജോലി ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലോക്കിലെ മാത്രം പട്ടികജാതി വികസന ഓഫീസിലെ മാത്രം ജോലിയല്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് പറയുന്ന കാര്യം അന്നേരം തന്നെ നമ്മൾ പഞ്ചായത്തിൽ എത്തിക്കുന്നു. പഞ്ചായത്തിൽ നിന്ന് നമ്മൾ വാർഡ് തോറും വാർഡിലെ അംഗങ്ങളെ അറിയിക്കുന്നു. ഇതൊക്കെ ആ ഒരു ബുദ്ധിമുട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്, ഞങ്ങളെ എങ്ങനെയും സ്ഥിരപ്പെടുത്തണം. കാരണം ഈ ഞാനെന്നൊക്കെ പറയുമ്പോൾ 10 വർഷം ഇതിൽ നിന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു അതിശയമാണ്. കാരണം ഈ 10 വർഷമൊക്കെ ഞാൻ എങ്ങനെ നിന്നു, തുച്ഛമായിട്ടുള്ള ഒരു ഓണറേറിയം ആണെങ്കിൽ എങ്ങനെ നിന്നു എന്നുള്ള ആ ഒരു ഇപ്പോഴും ഓർക്കാറുണ്ട്. എങ്കിലും എന്താ പറയുന്നത്, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ 1, 2, 3 പേര് ഇറങ്ങി തിരിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ആശാവർക്കർമാരുടെ ഞങ്ങളുടെ പഞ്ചായത്തിലെ ആശാവർക്കർമാർ തന്നെ ഇപ്പോൾ സമരം ചെയ്യുന്നത്. ഞാനൊരു ആശാവർക്കറോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇതിനകത്തൊന്നും അനുകൂലിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അനുകൂലമൊക്കെ ഉണ്ട്, പക്ഷെ എന്തിനാ അവർ പോയി സമരം ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. ഈ ആശാവർക്കർ ജോലി ചെയ്യുന്നവരാണ് ഇത് ചോദിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു ഭാഗത്ത് ഇത് വേണമെന്ന് പറയുന്നവരുണ്ട്, ഒരു ഭാഗത്ത് വേണ്ടാന്ന് പറയുന്നവരും ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായി, എല്ലാവരും ഒരുമിച്ച് കിട്ടാൻ നമുക്ക് പാടാണ്. എങ്കിലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. എനിക്ക് കൂടുതലായിട്ട് ഇനിയൊന്നും പറയാനില്ല, പറയാനൊക്കെ എഴുതിക്കൊണ്ടൊക്കെ ഞാൻ വന്നതാണ്. പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ഈ പ്രോഗ്രാമിൽ ക്ഷണിച്ച നമ്മുടെ വുമൺ ജസ്റ്റിസിൻ്റെ എല്ലാ പ്രവർത്തകരോടും, പ്രത്യേകിച്ച് ശ്രീകല എൻ്റെ കൂട്ടുകാരിയാണ്. ഞങ്ങൾ പ്ലസ് ടു തൊട്ട് ഒരുമിച്ച്, +2 ഡിഗ്രി, അത് കഴിഞ്ഞ് ഞങ്ങൾ ജോലിക്ക് ഒരുമിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് എന്നെ വിളിച്ചത്. ഞാൻ മെനഞ്ഞതാണ് എറണാകുളത്ത് വരെ വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയത്. വീട്ടിൽ പ്രശ്നമായിരുന്നു, ഇന്ന് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഞാനത് തരണം ചെയ്ത് ഞാനിവിടെ വന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളതേ, ഇവിടെ വന്ന ആൾക്കാർ പുറത്തൊക്കെ നിന്നിട്ട് കസേരയൊക്കെ പിന്നെ എടുത്ത് കൊണ്ടുവരുമായിരുന്നു. അപ്പം അത്രയ്ക്കും ഒരു സാന്നിധ്യം എല്ലാവരെയും ഉണ്ടല്ലോ. അത് വലിയൊരു ഇത് ഹാള് നിറഞ്ഞിപ്പോൾ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അധികം അങ്ങനെയൊരു ഒരു പ്രോഗ്രാമിൽ ഞാൻ ഇത്രയൊന്നും ആളിനെയൊന്നും കണ്ടിട്ടില്ല. കാരണം ഈ മഴ സമയത്താണെങ്കിൽ പോലും അത് തരണം ചെയ്ത് ഇത്രയും പേര് വന്നില്ലേ. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.